ഇന്നലെ ഉയർന്ന ബാർകോഴ ആരോപണത്തിൽ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ ഉണ്ടാവും. കോഴ ആരോപണത്തിൽ സർക്കാർ കടുത്ത നീക്കത്തിനൊരുങ്ങുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് പിന്നാലെ വിജിലൻസ് അന്വേഷണവും ഇന്ന് പ്രഖ്യാപിക്കാനാണ് നീക്കം. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ ഈ ആരോപണത്തിന് പ്രതിരോധത്തിന് ഒപ്പം പ്രത്യാക്രമണമെന്ന തന്ത്രം കൂടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിനിടെ സംഘടനാ നേതാവിന്റെ ശബ്ദ സന്ദേശം ചോർന്നത് സംബന്ധിച്ച് എക്സൈസിന്റെ വിജിലൻസ് വിഭാഗവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട്. അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്നലെ DGPക്ക് മന്ത്രി MB രാജേഷ് നൽകിയ പരാതി ക്രൈംബ്രാഞ്ചിനും കൈമാറിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ടേക്കാം. ഇതിനിടെ ഇന്ന് ചേർന്ന UDF യോഗവും നിർണായകമാണ്. കാരണം പ്രതിപക്ഷം സർക്കാരിനെതിരെ മുന്നോട്ട് നീങ്ങാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ആയുധമായി ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു. പ്രതിപക്ഷം ഇന്ന് ചേരുന്ന UDF യോഗം തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. ബാർകോഴ ആരോപണത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ കഴിയുന്ന പ്രചരണ തന്ത്രങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളുമായിരിക്കും പ്രതിപക്ഷ ചേരിയിലും ആസൂത്രണം ചെയ്യപ്പെടുക. 10-ാം തീയതി നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. ഈ നിയമസഭാ സമ്മേളനത്തിൽ ഇതെങ്ങനെ അവതരിപ്പിക്കണം, ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയ നീക്കം, അത് കടുത്ത പ്രധാനപ്പെട്ട നീക്കങ്ങളായി പ്രതിപക്ഷ ചേരിയിലും മാറുകയാണ്. ഇന്നത്തെ ഒരു പകൽ ദിനം ആരോപണ പ്രത്യാരോപണങ്ങൾ നിറഞ്ഞു നിൽക്കുമെന്നതിൽ തർക്കമില്ല. തിരുവനന്തപുരത്ത് നിന്നും VV അരുണുണ്ടാവും, ഡാൻ കുര്യനുണ്ടാകും, ഒപ്പം VV വിനോദും. എന്താണ് ഇന്നത്തെ രാഷ്ട്രീയം, ഒപ്പം നിയമനീക്കങ്ങൾ, പോലീസിന്റെ നീക്കങ്ങൾ, നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം ഡാൻ, പ്രതിപക്ഷത്തിന്റെ നീക്കം തന്നെ നമുക്ക് ആദ്യം ശ്രദ്ധിക്കാം. കാരണം ബാർകോഴ ആരോപണം മുമ്പ് ഒരു UDF സർക്കാരിനെ പിടിച്ചുലച്ചതാണ്. ആ സർക്കാരിന്റെ തകർച്ചയ്ക്ക് പോലും ഇടവച്ചത് ഈ ബാർകോഴ ആരോപണവും തുടർന്നു വന്ന രാഷ്ട്രീയ നീക്കങ്ങളുമാണ്. വീണ്ടും മറ്റൊരു സർക്കാർ സമാനമായ മറ്റൊരു ആരോപണം നേരിടുമ്പോൾ എങ്ങനെ UDF പ്രതിപക്ഷം ഇതിനെ നേരിടും? ഒപ്പം രാഷ്ട്രീയ തന്ത്രങ്ങൾ, ആലോചനകൾ UDF ക്യാമ്പിൽ എങ്ങനെയാണ്? സജിത്ത്, മധുര പ്രതികാരത്തിനുള്ള ഒരു അവസരമാണ് നിലവിൽ പ്രതിപക്ഷത്തിന് ലഭിച്ചിരുന്നത്. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരങ്ങളൊന്നും നിലനിന്നിരുന്നില്ല. പക്ഷേ വളരെ അപ്രതീക്ഷിതമായാണ് KM മാണിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ബിജു രമേശ് നടത്തിയ വെളിപ്പെടുത്തൽ പിന്നീട് രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. സമാനമായ ഒരു സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നു. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസം. അന്ന് പരസ്യ പ്രതികരണവുമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ ബാറുടമയായ ബിജു രമേശ് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരത്തിലൊരു ചർച്ചയും നടന്നതായി ആരും പരസ്യമായി പറഞ്ഞിട്ടില്ല. പുറത്തു വന്നിരിക്കുന്നത് ഒരു ശബ്ദരേഖ മാത്രമാണ്. ആ ശബ്ദരേഖയുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം സർക്കാരിനെതിരായ തുടർ പ്രതിഷേധ പരിപാടികൾ ആലോചിക്കുന്നതിന് വേണ്ടി ഇന്ന് കൂടിയാലോചന യോഗം ചേരുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ആ ശബ്ദരേഖയ്ക്ക് അപ്പുറത്തേക്ക് ഇനി ഏതാനും തെളിവുകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന്റെ ആക്കം കൂടും. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും UDF ഏകോപന സമിതി യോഗം 10:30 കന്റോൺമെന്റ് ഹൌസിൽ നേതാക്കളെല്ലാം എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 12 മണിക്ക് K സുധാകരൻ കണ്ണൂരിലേക്ക് പോവുകയാണ് വിമാനമാർഗം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടി സൗകര്യം കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് നേരത്തെ തന്നെ യോഗം തുടങ്ങാനാണ് സാധ്യത. നേതാക്കളെല്ലാം രാവിലെ തന്നെ എത്തിച്ചേരുകയും ചെയ്യും. പ്രധാനമായി ജൂൺ 10-ാം തീയതി നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും ഈ വിഷയത്തിൽ എങ്ങനെ ഒരു പ്രചാരണായുധമാക്കി മാറ്റണം, പ്രതിഷേധ പരിപാടികൾ എങ്ങനെ ആസൂത്രണം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. അതോടൊപ്പം തന്നെ എക്സൈസ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനുമൊക്കെ ഇന്നലെ തന്നെ രംഗത്ത് വന്നിരുന്ന സാഹചര്യമുണ്ട്. സ്വാഭാവികമായി MB രാജേഷിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരിക്കും UDFന്റെ പ്രതിഷേധ പരിപാടികൾ ബാർകോഴ വിവാദവുമായി ബന്ധപ്പെട്ട് ആഹ്വാനം ചെയ്യുക എന്ന് തന്നെയാണ് സൂചന. സജിത, ഡാൻ തുടരുക. VV അരുണുണ്ട് നമുക്കിപ്പം. അരുൺ, സർക്കാർ ഇത് ആരോപണത്തിന് പ്രതിരോധത്തിനപ്പുറം പ്രത്യാക്രമണം എന്നൊരു ശൈലി സ്വീകരിക്കുകയാണ്. എക്സൈസിന്റെ വിജിലൻസ് സംഘം അന്വേഷിക്കുന്നു, സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ പോകുന്നു, അതിനു പുറമെ വിജിലൻസ് കൂടി അന്വേഷണം ഏറ്റെടുക്കുക എന്ന തന്ത്രം സ്വീകരിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല എന്നൊരു ശൈലി സ്വീകരിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് വരുന്നു എന്ന് വേണ്ടേ കരുതാൻ? ഒരു തരത്തിൽ അങ്ങനെ കരുതാം. മറിച്ച് പ്രതിരോധത്തിലായാൽ വലിയ പ്രതിരോധത്തിന് ആകേണ്ടി വരികയും അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് സർക്കാർ തിരിച്ചറിയുന്നു. കാരണം ബാർകോഴ ആരോപണം, ബാറുമായി ബന്ധപ്പെട്ട മദ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നും സംസ്ഥാനത്ത് തിളയ്ക്കുന്ന വിഷയമാണ്. ഏറ്റവും അധികം ആളുകൾ താല്പര്യത്തോടെ കാണുന്ന വിഷയമാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണികളുടെ വീഴ്ചയ്ക്ക് കാരണമായിട്ടുള്ള വിഷയമാണ്. സർക്കാരുകളുടെ അധപതനത്തിന് വഴിവെച്ചിട്ടുള്ള വിഷയം. അതുകൊണ്ട് തന്നെ അത് അവിടെ ഒന്ന് പതുങ്ങിയിരുന്നാൽ എതിരാളികൾ കൂടുതൽ ആക്രമണോത്സാഹം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സർക്കാർ
ഭരണപക്ഷം ആക്രമിച്ചു തന്നെ ഈ വിഷയത്തിൽ മുന്നേറാൻ തീരുമാനമെടുത്തത്. നേരത്തെ തന്നെ ഇതിന് മന്ത്രി എം പി രാജ് പറഞ്ഞതുപോലെ ഈ ഒരു വിവാദം വരുമെന്ന് സർക്കാരിന് വ്യക്തമായിരുന്നു. അത് നേരത്തെ ഈ എക്സൈസ് ലഭിച്ച ഭൂമക്കത്തടക്കം അതിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വിവാദം വന്ന ഉടൻ തന്നെ CPM സെക്രട്ടേറിയറ്റിന്റെ അനുമതിയോടുകൂടി മന്ത്രി എം പി രാജേഷ് പ്രതികരിക്കാൻ തയ്യാറായത്. മാത്രമല്ല ഇതിലൊരു അന്വേഷണം പ്രഖ്യാപിക്കാനും അദ്ദേഹം തയ്യാറായി. മണിക്കൂറുകൾക്കകം അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. ഇതിനു മുൻപ് തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്, എക്സൈസിന്റെ വിജിലൻസിന്റെ. അതിന് പുറമെ ക്രൈംബ്രാഞ്ച് അന്വേഷണം കൂടി ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും പിന്നോട്ട് പോകേണ്ട എന്നൊരു നിലപാട് സർക്കാരിനുണ്ട്. ഇത് കൃത്യമായ ഗൂഢാലോചനയാണ്. ബാർക്കോഴ ആദ്യ ആരോപണവും ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെ ഉണ്ടായതാണ്. അന്നത്തെ പ്രതിപക്ഷത്തിന് വലിയ പങ്കുമുണ്ടായിരുന്നു. അതുപോലെ ഇത്തവണയും പ്രതിപക്ഷം അത് വലിയൊരു അവസരമായും, നേരത്തെ ഡാൻ സൂചിപ്പിച്ച പോലെ ഒരു മധുര പ്രതികാരത്തിനുള്ള അവസരമായി ഇപ്പോഴത്തെ പ്രതിപക്ഷം അതിനെ കാണുമെന്ന തിരിച്ചറിവാണ് ഇത്രയധികം ആക്രമണോത്സുകരാകാൻ ഭരണപക്ഷത്തെ ഇടതുമുന്നണിയെ അവർ അതിന് തയ്യാറാകാൻ പ്രധാന കാരണം. മുന്നണി ചർച്ച ചെയ്യാത്ത, മുന്നണി തീരുമാനമെടുക്കാത്ത പാർട്ടി CPM ചർച്ച ചെയ്യാത്ത ഒരു വിഷയം എങ്ങനെ മദ്യനയത്തിൽ ഉൾപ്പെടുത്തും? അങ്ങനെ ഏതെങ്കിലും ഉദ്യോഗസ്ഥ ചർച്ച ഇടതുമുന്നണിയുടെ നയം തീരുമാനിക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഉദ്യോഗസ്ഥ താല്പര്യപ്രകാരം നയം തീരുമാനിക്കുന്ന പാർട്ടിയോ മുന്നണിയോ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ കടുത്ത നീക്കങ്ങളിലേക്ക് പോകുമെന്ന സൂചന ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി നൽകിക്കഴിഞ്ഞു. നിയമസഭയിൽ കാണാമെന്ന വെല്ലുവിളി മന്ത്രി എം പി രാജേഷ് നടത്തുന്നു. അങ്ങനെ ഒരു തരത്തിലും പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളെ, ഇപ്പോഴത്തെ ആരോപണങ്ങളെ പകച്ചുനിന്ന് പതുങ്ങി നിന്ന് അവരെ വളർത്തേണ്ട നിലപാടാണ് ഇടതുമുന്നണിക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ ആക്രമണോത്സുകമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സഹിത്ത് അരുൺ, ഒരു കാര്യം കൂടി, ജൂൺ 10 നിയമസഭ ചേരുകയാണ്. സ്വാഭാവികമായും നിയമസഭയിലാണല്ലോ ഇതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം ഉണ്ടാവുക. ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള സഭയാണ്. അതിനപ്പുറം ഈ വിവാദം കൂടി വരുമ്പോൾ സഭയിലടക്കം ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കേണ്ടി വരും എന്നതുകൂടി മുന്നിൽ കണ്ടുകൂടി പ്രതിരോധമുയർത്തുക. അതുകൂടിയാവാം ഈ സർക്കാർ കേന്ദ്രങ്ങൾ ഇങ്ങനെ ഒരു ആലോചനകളിലേക്ക് പോകുന്നതിന് കാരണം, അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. നിയമസഭയിൽ വലിയൊരു ചർച്ചാ വിഷയമാകുമെന്ന് ഉറപ്പാണ്. നിയമസഭയിൽ ഈ വിഷയം പ്രതിപക്ഷം എന്തായാലും കൊണ്ടുവരും. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ ഗുണഫലങ്ങൾ ആർക്കായിരിക്കും, ആർക്കവിടെ നേട്ടവും ആർക്ക് കോട്ടവും ഉണ്ടാകുമെന്നൊക്കെ പിന്നീട് അറിയാൻ പോകുന്ന കാര്യങ്ങളാണ്. എന്തു തന്നെ വന്നാലും അവിടെ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ആയുധമായി ഇത് മാറുമെന്ന് ഉറപ്പാണ്. അത്രയധികം ആഹ്ലാദത്തോടു കൂടിയാണ് പ്രതിപക്ഷ ക്യാമ്പ് അതിനെ ഏറ്റെടുക്കുന്നത്. പക്ഷേ എത്രത്തോളം അവർക്കത് ഈ ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന് ഇപ്പോഴത്തെ ഒരു രീതിയിൽ എത്രത്തോളം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് വ്യക്തമല്ല. എങ്കിൽ പോലും പ്രതിപക്ഷം അതിരൂക്ഷമായ ആക്രമണം സഭയ്ക്കകത്തും പുറത്തും സർക്കാരിൽ ഉണ്ടാകും. ഒരു സമര വേലിയേറ്റ ഒരുപക്ഷെ മുന്നണി യോഗത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടായേക്കാം. സമര പരമ്പരകൾ തന്നെ സംസ്ഥാനത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് അതിന് വലിയ പിന്തുണ, മുന്നണിക്ക് പുറത്തുള്ള പിന്തുണ അവർ പ്രതീക്ഷിക്കുന്നു. കാരണം സംസ്ഥാനത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ ഇപ്പോഴത്തെ അഴിമതി ആരോപണം മാത്രമല്ല, ഈ ഒരു കോഴ ആരോപണം മാത്രമല്ല, മദ്യം മൊത്തത്തിൽ വലിയ വിഷയമായി പ്രതിപക്ഷം ഏറ്റെടുത്തേക്കാം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാകും സർക്കാരിൻ്റെയും മുന്നണിയുടെയും നീക്കങ്ങളും. അവർ അത് കൃത്യമായതിന് മറുപടി പറഞ്ഞു പോകാൻ ഇപ്പോഴത്തെ ഗൂഢാലോചന സംബന്ധിച്ച ആരോപണമൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തും ആരോപണമൊക്കെ അന്വേഷണമായി മാറുമ്പോൾ സ്വാഭാവികമായും അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ഈ ഇപ്പോഴത്തെ ആരോപണത്തിനപ്പുറത്തേക്ക് അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന വിവരങ്ങളും ഒക്കെ കുറച്ചുകൂടി ശക്തമായ ഒരു ആയുധമായി തങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പ്രതീക്ഷയാണ് ഭരണപക്ഷത്തിന് ഇപ്പോഴുള്ളത്. യെസ് ഡാൻ, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ മന്ത്രിയുടെ രാജി, ഒപ്പം തന്നെ 20 കോടിയുടെ അഴിമതി നടന്നു. ഈ രണ്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങളും പ്രതിപക്ഷ നേതാക്കൾ ഇന്നലെ ഉന്നയിച്ചു കഴിഞ്ഞു. പക്ഷേ അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷത്തിന് ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്നത് സംസ്ഥാനത്ത് വലിയ തരത്തിലുള്ള സമര പരിപാടികൾ സംഘടിപ്പിക്കേണ്ടി വരും, തുടർ നീക്കങ്ങൾ ആലോചിക്കേണ്ടി വരും. ഇന്നത്തെ UDF യോഗത്തിൻ്റെ അജണ്ടയിൽ മുഖ്യമായി ഈ വിഷയം പരിഗണിക്കപ്പെടുമ്പോൾ എന്താവും നമുക്ക് UDF ക്യാമ്പിൽ നിന്നും പ്രതീക്ഷിക്കാനാവുന്നത്? ഈ വിഷയത്തിൽ എങ്ങനെയായിരിക്കും ഇനി പ്രതിപക്ഷ ക്യാമ്പിൻ്റെ നീക്കം? നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഈ പുറത്തു വന്നിരിക്കുന്ന ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട് ഇതിൽ ആർക്കാണ് ഈ പണം കൈമാറേണ്ടത് എന്നത് സംബന്ധിച്ച്, അതായത് പണം പിരിക്കണം 2.5 ലക്ഷം രൂപ വീതം ഓരോ ബാർ ഉടമകളും നൽകണമെന്ന് കൃത്യമായി ആ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും അത് ആർക്കാണ് നൽകേണ്ടത് എന്നത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങളൊന്നും പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിൽ ഇല്ല. സ്വാഭാവികമായി അത് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത് ആർക്കെങ്കിലും ഒരു പർട്ടിക്കുലർ ആൾക്ക് കൈമാറുന്ന തരത്തിലേക്കുള്ള ഒരു ചർച്ചകളോ അതുമായി ബന്ധപ്പെട്ട പുറത്തായ നീക്കങ്ങളോ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു വരാനുണ്ടോ എന്ന് പ്രതിപക്ഷം കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത്, അതായത് സ്വാഭാവികമായി അത് എക്സൈസ് മന്ത്രിയിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന തരത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ സമരം സംഘടിപ്പിക്കുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സർക്കാർ അറിയാതെ, മുഖ്യമന്ത്രി അറിയാതെ ഇങ്ങനെയൊരു നീക്കം നടത്തുകയില്ല എന്നൊരു വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ ഉള്ളത്. അവർ പറയുന്നത്
മുഖ്യമന്ത്രിയുടെ അറിവോടെ തന്നെയാണ് ഇത്തരത്തിലൊരു ചർച്ച നടന്നിരിക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി എല്ലാ ആരോപണങ്ങളും പ്രതിപക്ഷം ഇതിനു മുമ്പ് ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഒടുവിൽ ചെന്നെത്തിയത് മുഖ്യമന്ത്രിയുടെ നേർക്കായിരുന്നു. അതേ ശൈലി തന്നെ സഭയ്ക്കകത്തും ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായി സഭയ്ക്കകത്ത് ഏത് തരത്തിലായിരിക്കണം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച വ്യക്തമായ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ കൂടി ആലോചിക്കുമായിരിക്കും. പക്ഷേ സഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിനെ വലിയൊരു രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളായിരിക്കും UDF-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുക. സ്വാഭാവികമായി പിണറായി വിജയൻ സർക്കാരിന്റെ 8ാം വാർഷികമാണ്. ആ ഒരു ഘട്ടത്തിൽ തന്നെ ഇങ്ങനെയൊരു വിവാദം ഉയർന്നു വന്നിരിക്കുന്നു എന്നത് വലിയ തരത്തിൽ സർക്കാരിന്റെ മേലുള്ള കറ പുരളുന്ന തരത്തിലുള്ള ഒരു ആരോപണമാക്കി മാറ്റുന്നതിനുള്ള പ്രചാരണ വിഷയങ്ങൾ തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് സൂചന. യെസ്, അരുണ, ഇന്നലെ ഈ ബാർ സംഘടനാ നേതാവ് സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാറിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നതിനിടയിൽ അദ്ദേഹം വ്യക്തമാക്കുന്നു, എക്സിക്യൂട്ടീവ് യോഗം തൊട്ട് തലേന്ന് നടക്കുന്നു. അന്ന് രാത്രിയിൽ ഈ പറഞ്ഞ ഈ ആരോപണം ഉന്നയിച്ച ശബ്ദ സംപ്രേഷണത്തിന് ഉടമയായ അനിമോനുമായി ബന്ധപ്പെട്ട ചില സംഘടനാ നടപടികൾ ഉണ്ടാവുന്നു. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു. തൊട്ടു പിറ്റേന്ന് ഈ ശബ്ദ സന്ദേശം പുറത്തു പോകുന്നു. അങ്ങനെയെങ്കിൽ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നു എന്ന കാര്യം സർക്കാർ സംശയിക്കുന്നുണ്ടോ? നിലവിലെ സർക്കാർ ഈ വിഷയത്തിലുള്ള നടത്തിയ നീക്കങ്ങളും സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയിലും അത്തരം സാധ്യതകളിലേക്ക് എവിടെയെങ്കിലും സർക്കാർ എത്തിയിട്ടുണ്ടോ? എന്താണ് അത് സംബന്ധിച്ച ഒരു വിലയിരുത്തൽ ഇടതുമുന്നണിയുടെയും സർക്കാരിൻ്റെയും? തീർച്ചയായിട്ടും വലിയ ഗൂഢാലോചന സർക്കാർ കേന്ദ്രങ്ങൾ സംശയിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി MP രാജേഷ് അത്തരമൊരു പ്രസ്താവന നടത്തിയതും അന്വേഷണത്തിന് ഉടനടി സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകിയതും. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഗൂഢാലോചന നടന്നു നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഒരു കൂടിയാലോചനകൾ എവിടെയൊക്കെ നടന്നിട്ടുണ്ട് അത് വ്യക്തമാണ്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ ഈ യോഗത്തിൻ്റെ തൊട്ടടുത്ത് അന്ന് രാത്രി തന്നെ ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം പുറത്തു വരുന്നത്. ഇത് നേരത്തെ തന്നെ ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാകാം. അത് ഈ ശബ്ദ സന്ദേശം അതിന് മുമ്പ് തന്നെ എക്സൈസ് വിജിലൻസിനൊക്കെ ലഭിച്ച ഊമക്കത്തൊക്കെ അതിന് ഏറ്റവും വലിയ തെളിവായി നമുക്ക് ചൂണ്ടിക്കാട്ടിക്കാൻ കഴിയുന്നതാണ്. അത്തരത്തിലൊരു വിവാദം ചുറ്റിക്കറങ്ങുന്നുണ്ട് എന്ന് സർക്കാർ കേന്ദ്രങ്ങൾക്കും അറിയാമായിരുന്നു. ഏതായാലും അതിൻ്റെ ഗൂഢാലോചന തന്നെയാകും ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണമായി മാറാൻ പോകുന്നത്. അതിൻ്റെ തുടർച്ച തന്നെയാകും എങ്ങനെ ഈ വിഷയം ഇടതുമുന്നണിയെ ബാധിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. മറ്റൊരു കാര്യം കൂടി സഹിത ഈ ഡ്രൈ ഡേയുടെ കാര്യത്തിൽ സർക്കാർ വലിയ അനുകൂല നിലപാടായിരുന്നു ഇതുവരെയും. കാരണം നേരത്തെ തന്നെ സർക്കാർ ഡ്രൈ ഡേ കൊണ്ടുവരാൻ ആലോചിച്ചതുമാണ്. പക്ഷേ ഇനി ആ ഡ്രൈ ഡേ ഡ്രൈ ഡേ ഒഴിവാക്കുന്ന കാര്യത്തിൽ ഡ്രൈ ഡേ ഒഴിവാക്കുമോ എന്ന കാര്യത്തിൽ കുറച്ചുകൂടി സംശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഡ്രൈ ഡേ എന്നുള്ള തീരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ആലോചനയിൽ നിന്ന് പോലും സർക്കാർ ഒരുപക്ഷെ പിൻവാങ്ങിയേക്കാം. യെസ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൂടുതൽ ഇളവുകളിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകുമോ എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി ഇക്കാര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട്. വിനോദ്, ഈ നിയമ നീക്കങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളായി മാറുന്നത് ഒന്ന്, ഇന്നലത്തെ ക്രൈംബ്രാഞ്ച് DGPക്ക് നൽകിയ പരാതി വളരെ വേഗം ക്രൈംബ്രാഞ്ചിന് കൈമാറി. സ്വാഭാവിക നടപടിയാണ്. മന്ത്രിയുടെ പരാതിയിൽ ആ തരത്തിൽ വേഗത്തിൽ നടപടിയുണ്ടായി. മറ്റൊന്ന്, എക്സൈസിന്റെ വിജിലൻസ് അന്വേഷണമാണ്. ലഭിച്ച ഒരു ഊമക്കത്തിനെ കുറിച്ച് പരാമർശിക്കപ്പെടുന്നുണ്ട്. ഒപ്പം ഇന്നലെ MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്, ഉദ്യോഗസ്ഥരല്ല സർക്കാരിന്റെ മദ്യനയം തീരുമാനിക്കുന്നത് എന്ന കാര്യം. അങ്ങനെയെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ചില പിഴവുകളോ ആശയവിനിമയമോ ആണോ ഇത്തരമൊരു വിവാദത്തിലേക്കും ബാർ ഉടമകളുടെ നീക്കത്തിനും ഇടവെച്ചത് എന്ന കാര്യം നിലവിൽ എക്സൈസ് കേന്ദ്രങ്ങൾ സംശയിക്കുന്നുണ്ടോ? സർക്കാർ കേന്ദ്രങ്ങൾ സംശയിക്കുന്നുണ്ടോ? അതിലേക്ക് അന്വേഷണം നീളുന്നുണ്ടോ? വിനോദ്, സൈത്ത് ഡ്രൈ ഡേ ഒഴിവാക്കാനുള്ള ഒരു ആലോചന സർക്കാർ തലത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം അതിന് അടിസ്ഥാനമായി പറയുന്നത് ഈ ടൂറിസം രംഗത്തിൻ്റെ ഒരു വളർച്ച, പ്രധാനമായും ഈ ഉത്തരേന്ത്യൻ നിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ വിദേശത്ത് നിന്നുള്ള ആളുകൾ അവരുടെ വിവാഹ ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കേരളം ഒരു ഡെസ്റ്റിനേഷനായി മാറുന്നു. അവരെ അങ്ങനെ ആകർഷിക്കുന്നതിനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ്. ഇതിനിടയിൽ ഒരു 1-ാം തീയതി വന്നു കഴിഞ്ഞാൽ അന്ന് ഒരു തുള്ളി മദ്യം പോലും കിട്ടാത്ത, ഹോട്ടലുകൾക്ക് അങ്ങനെ വിതരണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. ബിയറോ ആ തരത്തിലുള്ള ഒരു പാനീയവും നൽകാൻ കഴിയാത്ത സാഹചര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാനുള്ള ആലോചനകൾ. മറ്റൊന്ന്, ഗോവയിലേക്കും ശ്രീലങ്കയിലേക്കും വലിയ കമ്പനികളുടെ യോഗങ്ങൾ, അവരുടെ ഈ മൾട്ടിനാഷണൽ കമ്പനികളുടെ അവരുടെ യോഗങ്ങളും സമ്മേളനങ്ങളും എല്ലാം തന്നെ ഇവിടേക്ക് ആകർഷിക്കുക. അതിന് കുറച്ചുകൂടി ഈ നിയമം ലഘൂകരിക്കുക, ഡ്രൈ ഡേ മാറ്റുക. മാത്രവുമല്ല, ഈ 1-ാം തീയതി ശമ്പളം വാങ്ങുമ്പോൾ ആ ദിവസം ആ പണം വീട്ടിൽ കൊടുക്കുന്നതിന് വേണ്ടി ഈ ഡ്രൈ ഡേ ആചരിക്കുന്നു എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ വന്നത്. പക്ഷേ ഇപ്പോൾ 1-ാം തീയതി ശമ്പളം കിട്ടുന്ന എത്ര പേരുണ്ട് എന്ന ചോദ്യം അവശേഷിക്കുന്നു. മാത്രവുമല്ല, ഈ 1-ാം തീയതികളിൽ എക്സൈസിൻ്റെ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു, സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു.
പല ഇടങ്ങളിലും ബ്ലാക്കിൽ മദ്യം വിൽക്കുന്നു. അതായത് കൂടിയ വിലയ്ക്ക് ഈ മദ്യപിക്കുന്നവർ കൂടിയ വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്നു. സിന്തറ്റിക് ലഹരികളുടെ ഉപയോഗം, അത് കുട്ടികളിലടക്കം ഈ രാസലഹരി മരുന്നുകൾ അത് വ്യാപകമാകുന്നു. ഇതിൻ്റെ ഒരു സാമ്പത്തിക വശം കൂടിയുണ്ട്. ബെപ്പേർഡ് ഔട്ട്ലെറ്റുകളിലൂടെ പ്രതിദിനം ഏതാണ്ട് 50 കോടി രൂപയുടെ വിൽപ്പനയാണ് നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ 12 ദിവസം മാറിക്കിട്ടുമ്പോൾ അത്രയും തുക ഖജനാവിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. സംസ്ഥാനത്തിൻ്റെ ഒരു സാമ്പത്തിക നില കൂടി പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു അധികം തുക വരുന്നത് ഇപ്പോൾ സംസ്ഥാനത്തെ സംബന്ധിച്ച് അത് വലിയൊരു ആശ്വാസമാകും. ആ നിലയ്ക്കൊക്കെയും ഉള്ള കണക്ക് കൂട്ടലുകളുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇതെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഈ ശബ്ദ സന്ദേശം പുറത്തു വരുന്നത്. അതോടുകൂടിയാണ് ഇപ്പോൾ സർക്കാർ രണ്ടാമതൊന്ന് ആലോചിക്കുന്നത്. കാരണം ഇങ്ങനെ ഡ്രൈഡേ ഒഴിവാക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക്, ബാറുകളുടെ പ്രവർത്തനം സമയം നീട്ടിക്കൊടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ ഇപ്പോൾ ഉയർന്നിട്ടുള്ള കോഴ ആരോപണം അത് സാധൂകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും, സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ സെക്രട്ടറി തലത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയം അത് നടപ്പാക്കാനുള്ള ആലോചന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് നടത്തിയാൽ വിവാദമാകുമോ എന്നൊരു ചിന്ത കൂടി സർക്കാരിനുണ്ട്. ഈ തർക്കത്തിന് പിന്നിൽ ഉള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് ബാർ ഉടമകൾക്കിടയിലെ ഭിന്നതയാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത്, ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഓരോ ബാർ ഉടമയിൽ നിന്നും 3 ലക്ഷം രൂപ വീതം പിരിച്ചുവെന്നാണ് ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന ആളുകൾ പറയുന്നത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ 2.5 ലക്ഷം രൂപ എന്ന നിലയ്ക്ക് അത് സർക്കാരിലേക്ക് നൽകാൻ എന്ന നിലയ്ക്കാണ് ഈ ഓഡിയോ സന്ദേശം, അല്ലെങ്കിൽ പാർട്ടിക്ക് നൽകുക എന്ന ഒരു നിലയ്ക്കാണ് ഈ ഓഡിയോ സന്ദേശം പുറത്തു വന്നത്. അവിടെ ഈ കെട്ടിട നിർമ്മാണ ഫണ്ടാണെന്ന് ഔദ്യോഗിക വിഭാഗം പറയുന്നുണ്ട്, ഫെഡറേഷൻ്റെ തലപ്പത്തുള്ള ആളുകൾ പറയുന്നുണ്ട്. 6 കോടി 10 ലക്ഷം രൂപയാണ് ആകെ വേണ്ടത്, അതിൽ 4.5 കോടി പിരിച്ചു. അതിന് അപ്പുറത്തേക്ക് ഈ തുക കണ്ടെത്തുന്നതിന് വേണ്ടി 2.5 ലക്ഷം രൂപ വീതം വീണ്ടും ബാർ ഉടമകളിൽ നിന്ന് വാങ്ങുന്നു എന്നാണ്. പക്ഷേ ആദ്യം വാങ്ങിയ 3 ലക്ഷം രൂപ വീതം വാങ്ങിയത് അത് എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ല എന്നൊരു ആരോപണം ഇടഞ്ഞു നിൽക്കുന്ന ആളുകൾ പറയുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. വിനോദ് ഒന്ന് തുടരുക. ജ്യോതികുമാർ ചാമക്കാല കൂടി നമുക്കൊപ്പമുണ്ട്, കോൺഗ്രസ് നേതാവ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇന്ന് UDF യോഗം ചേരുകയാണ്. നിങ്ങൾ മന്ത്രിയുടെ രാജി ആവശ്യവും ഒപ്പം 20 കോടിയുടെ അഴിമതി ആരോപണവും ഉന്നയിച്ചു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തെ സജീവമാക്കാൻ പ്രതിപക്ഷത്തിന്റെ പ്രചരണ നീക്കങ്ങൾ അതെങ്ങനെയാണ്? അത്തരം ആലോചനകൾ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ശബ്ദരേഖ പുറത്തു വന്നതിന് ശേഷം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഡിഫൻസിലാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുപോലെ തന്നെ ഈ ബാർ മുതലാളിമാരുടെ സംഘടന പറയുന്നത് കേരളീയ സമൂഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഏതായാലും സംസ്ഥാനത്ത് ഇത്തരത്തിൽ മദ്യനയ അഴിമതി നടക്കുന്നു, അതിനുള്ള ചുക്കാൻ പിടിക്കുന്നത് ഈ മദ്യ മുതലാളിമാരുടെ ഏജന്റുമാരാണ് എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തത വന്നിരിക്കുകയാണ്. ഇപ്പോ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ മന്ത്രി പറയുന്ന വാദഗതികൾ, മന്ത്രി ഇതിന് ഉപോത്ബലകമായി അദ്ദേഹം നിരത്തുന്ന കൗണ്ടർ ആർഗ്യുമെന്റ്സ് അതൊന്നും നിലനിൽക്കുന്നതല്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നത് ഞങ്ങൾ ഇതുവരെ ഡ്രൈഡേ നീക്കാനോ അല്ലെങ്കിൽ സമയം നീട്ടിക്കൊടുക്കാനോ തീരുമാനിച്ചിട്ടില്ല. എന്തുകൊണ്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നില്ല? ഓരോ വർഷവും ഇത്തരത്തിൽ അബ്കാരി പോളിസി വരേണ്ടത് മാർച്ച് 31 മുമ്പാണ്. ഇപ്രാവശ്യം ഇലക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ നീട്ടിവെച്ചെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം താമസിച്ചത് എന്തുകൊണ്ടാണ്? ഇലക്ഷൻ ഉണ്ടാകുമെന്ന കാര്യം നിങ്ങൾക്ക് നേരത്തെ അറിയില്ലായിരുന്നു. എന്തുകൊണ്ട് നിങ്ങളുടെ അബ്കാരി പോളിസി വെച്ച് താമസിപ്പിക്കുന്നു? അതിനർത്ഥം ഇത്തരത്തിൽ പിരിവുകൾ കൊടുക്കാൻ താമസിക്കുന്നത് കൊണ്ട്, ആ പിരിവ് കൈ കിട്ടാത്തതുകൊണ്ട്, സാമ്പത്തികം കൈ കിട്ടാത്തതുകൊണ്ടാണ് നിങ്ങളുടെ അബ്കാരി പോളിസി സമയബന്ധിതമായി പ്രഖ്യാപിക്കാത്തത് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ആ രീതിയിൽ മന്ത്രിയുടെ വാദം പോലും നിലനിൽക്കുന്നതല്ല. ഇത് വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ന് തൃത്താലയിൽ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ. നാളെ പാലക്കാട് വീണ്ടും മാർച്ചുണ്ട്. വരും ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് യുവജന സംഘടനകളും പാർട്ടിയും കടക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും സമര പരിപാടികളിലേക്കാണ് UDF പോകുന്നത് എന്നതാണ്. ഇന്ന് തൃത്താലയിൽ മന്ത്രിയുടെ ഓഫീസിലേക്ക് 11 മണിയോടുകൂടി കോൺഗ്രസിന്റെ മാർച്ച് കൂടി സംഭവിക്കുന്നുണ്ട്. ജ്യോതികുമാർ ചാമക്കാലയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം പറയുന്നത്. എന്തായാലും ബാർ മേഖലയിൽ, ഈ മദ്യമേഖലയിൽ ചില ഇളവുകൾ കൂടുതലായി സർക്കാർ പ്രഖ്യാപിക്കുന്നു എന്ന തോന്നൽ ഉളവാകുമ്പോഴാണ് ഇത്തരം ചർച്ചകൾ ഉണ്ടായത്. ഡ്രൈ ഡേ പിൻവലിക്കൽ എന്നൊരു ആലോചന സർക്കാർ കേന്ദ്രങ്ങളിൽ നടന്നിരുന്നു എന്ന കാര്യം വാസ്തവമാണ്. അതൊരു ഔദ്യോഗിക സ്വഭാവം കൈവന്നിരുന്നില്ലെങ്കിൽ കൂടിയും അത്തരം ചില ആലോചനകളും ചർച്ചകളും നടന്നിരുന്നു. അതാണ് ഒടുവിൽ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഉയരുന്ന ഈ ആക്ഷേപത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടായെന്ന ആക്ഷേപമാണ് സർക്കാർ കേന്ദ്രങ്ങൾ ഉന്നയിച്ച് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. കേൾക്കാം മന്ത്രി വി ശിവൻകുട്ടിയുടെ വാക്കുകൾ. ആ ബാർകോഴ എന്ന് പറയുന്ന അടിസ്ഥാനരഹിതമായ ആരോപണത്തെ സംബന്ധിച്ചിടത്തോളം CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷും അതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രി MP രാജേഷും ഇത് പച്ച നുണയാണെന്നും വസ്തുതയായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നും പറയുക മാത്രമല്ല ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി
ബന്ധപ്പെട്ട മന്ത്രി DGPക്ക് പരാതി കൊടുക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ഇത് ഞങ്ങളെ ഗവൺമെൻറ്റിനെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇത് ഏതോ കോണുകളിൽ നിന്ന് പടച്ചുണ്ടാക്കിയ നുണക്കഥ മാത്രമാണ്. യെസ്, അതാണ് മന്ത്രിയുടെ വിശദീകരണം. അരുൺ, ഈ ഞങ്ങളെ ബാധിക്കില്ല എന്ന് പറയുമ്പോഴും ചില ഇളവുകൾ നൽകും എന്ന ചർച്ചകൾ അനൗദ്യോഗികമായി നടന്നിരുന്നു, അല്ലെങ്കിൽ ഔദ്യോഗിക സ്വഭാവം കൈവന്ന ചില പ്രഖ്യാപനങ്ങളും ഉണ്ടായിരുന്നു. അതിന് തുടർച്ചയാണ് ഒരുപക്ഷെ ഈ ഡ്രൈ ഡേ പിൻവലിക്കൽ എന്നതിന് വലിയ ആക്ഷേപമായി വന്നില്ല. അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി നമുക്കൊപ്പം ചേരുക. അഡ്വക്കേറ്റ് ജയശങ്കർ, ആദ്യ ബാർക്കോഴയ്ക്ക് സമാനമായ രീതിയിലേക്ക് ഈ ആക്ഷേപം വളരുമോ? താങ്കൾ എങ്ങനെ കാണുന്നു സാഹചര്യങ്ങൾ? യെസ്, ജയശങ്കറിലേക്ക് തിരികെ വരാം. അരുൺ, ഈ ഡ്രൈ ഡേ പിൻവലിക്കൽ എന്നത് ഒരു ഔദ്യോഗിക സ്വഭാവമായിട്ടില്ലെങ്കിൽ കൂടിയും അത്തരം ആലോചനകൾ നടന്നിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. അപ്പോൾ ഈ ആലോചനകളല്ലേ ഇത്തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് എന്നൊരു ആക്ഷേപം സർക്കാരിന് മുന്നിൽ നേരിടേണ്ടി വരും. അതായത് വ്യാപകമായ ഇളവുകൾ മദ്യമേഖലയിൽ നൽകുന്നു. ആ ഇളവുകൾക്ക് ബാർ ഉടമകൾ അല്പം പണം മുടക്കേണ്ടി വരും. ആ ഒരു തോന്നലുകളും ചർച്ചകളും ആവാം ഒരു പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ സർക്കാർ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ആ ആക്ഷേപത്തിൽ നിന്ന് കൈകഴുകി പോവുക അത്ര എളുപ്പമാവില്ല. അരുൺ. തീർച്ചയായിട്ടും അത്ര എളുപ്പത്തിൽ കൈകഴുകി പോകാൻ കഴിയുന്ന ഒരു ആക്ഷേപമല്ല ഈ ബാർക്കോഴ ആരോപണം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഒരു പങ്കുമില്ല, അതുകൊണ്ട് തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് മന്ത്രി ഒരു ഒന്ന് ആക്രമണ മോഡിലേക്ക് മാറുമ്പോഴും ഈ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നു. അതിന് കാരണം മന്ത്രി പറഞ്ഞതിൽ ചില വസ്തുതാപരമായ വിഷയങ്ങൾ ഞാൻ ഇന്നലെ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. അതായത് ഒരു തരത്തിലുള്ള കൂടിയാലോചനകളും ഡ്രൈ ഡേയുമായി ബന്ധപ്പെട്ടോ മദ്യനയവുമായി ബന്ധപ്പെട്ടോ സർക്കാർ നടത്തിയിട്ടില്ല എന്ന് മന്ത്രി പറയുന്നത് വസ്തുതാ വിരുദ്ധമാണ്. അത്തരത്തിൽ വളരെ സജീവമായി തന്നെ വകുപ്പ് തലത്തിൽ നീക്കങ്ങൾ നടന്നതാണ്. മന്ത്രിയുടെ അറിവോടുകൂടി തന്നെയായിരിക്കും ഒരുപക്ഷെ അത്തരം നീക്കങ്ങൾ നടന്നത്. ഡ്രൈ ഡേ പിൻവലിക്കാൻ സർക്കാരിനും താല്പര്യമായിരുന്നു. താല്പര്യം എന്ന് പറയുമ്പോൾ നേരത്തെ വിനോദ് ചൂണ്ടിക്കാട്ടിയ സാമ്പത്തിക വശങ്ങൾ കൂടിയുണ്ട്. അതിനപ്പുറത്തേക്ക് ടൂറിസം രംഗത്തുള്ളവരുടെ വർഷങ്ങളായുള്ള ഒരു സമ്മർദ്ദം സർക്കാരിനുണ്ട്. അതൊക്കെ പരിഗണിച്ച് ഡ്രൈ ഡേ ഒഴിവാക്കാൻ, ഒന്നാം തീയതി ഡ്രൈ ഡേ എങ്കിലും ഒഴിവാക്കാൻ സർക്കാർ ആലോചന തുടങ്ങിയതാണ്. പക്ഷേ ഇനി കാര്യങ്ങൾ എളുപ്പമാകില്ല. എന്തിന് ഇങ്ങനെ ഡ്രൈ ഡേ ഒഴിവാക്കുമ്പോൾ സ്വാഭാവികമായി പണം നൽകേണ്ടി വരുമെന്ന ചർച്ച വരുമ്പോൾ അവിടെ സർക്കാരിന് അത്ര എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ പ്രതിരോധിച്ചു പോകാനും കഴിയില്ല. യെസ്, അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി നമുക്കൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഒരു സർക്കാരിന്റെ പരാജയത്തിനും അതിനെ പിടിച്ചുലയ്ക്കുകയും ചെയ്ത വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഇടവെച്ചതാണ് മുമ്പ് ഈ ബാർക്കോഴ വിവാദം. UDF സർക്കാരിന്റെ കാലത്ത് സമാനമായ രീതിയിലേക്ക് ഇപ്പോൾ ഉയർന്ന വിവാദങ്ങൾ ചെന്ന് എത്തുമോ? താങ്കൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അതിനേക്കാൾ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. അന്ന് ഈ നിലവാരം കുറഞ്ഞ ബാറുകൾക്ക്, അതായത് 2 സ്റ്റാർ ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ആശയക്കുഴപ്പമാണ്. കൃത്യം 10 കൊല്ലം മുമ്പ് 2014 മാർച്ച് 30-31 തീയതി അന്ന് കൃത്യമായ പ്രതിഫലം കിട്ടാത്തതുകൊണ്ട് അന്നത്തെ ധനകാര്യമന്ത്രി ഫയൽ പിടിച്ചു വെച്ചു. 1 കോടി രൂപ കിട്ടിയപ്പോൾ അദ്ദേഹം നിലപാട് തിരുത്താൻ തയ്യാറായി. പക്ഷെ അന്ന് KPCC പ്രസിഡന്റ് വലിയ ആദർശധീരനായതുകൊണ്ട് നടന്നു. അതാണ് പിന്നീട് വലിയ വിവാദമായി, അപവാദമായി അവസാനം ധനകാര്യമന്ത്രിയുടെ രാജിയിൽ ചെന്ന അവസാനം. ഇപ്പോഴത്തേത് അതല്ല. ഇത് നയപരമായ ഒരു മാറ്റം വരുന്നത് എത്രയോ കൊല്ലമായിട്ട്, എത്രയോ പതിറ്റാണ്ടുകളായി കേരളത്തിൽ ഒക്ടോബർ 2, സെപ്റ്റംബർ 21, അതുപോലെ എല്ലാ മാസവും 1-ാം തീയതിയൊക്കെ ഡ്രൈ ഡേ ആണ്. ഈ ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ സാധനം ഇല്ലാതാക്കും. അതുവഴിക്ക് ബാറുകാരുടെ കച്ചവടം വർദ്ധിപ്പിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഖജനാവ് കാലിയായി കിടക്കുന്ന അത് നികത്താൻ വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് ബാറുകാർക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഡ്രൈ ഡേ പിൻവലിക്കും. അതായത് ഗാന്ധി ജയന്തി ദിവസവും ശ്രീനാരായണ ഗുരു സമാധി ദിവസവും എല്ലാ മാസവും 1-ാം തീയതി ആളുകൾക്ക് ബാർ കയറി മൂക്കറ്റം കുടിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. കുടിയന്മാരെ ഉദ്ദേശിച്ചിട്ടല്ല, സത്യം പറഞ്ഞാൽ ബാറുകാരെ ഉദ്ദേശിച്ചു. മാത്രമല്ല ഈ സർക്കാർ വന്ന പിന്നെ എല്ലാ സ്ഥലത്തും ചോദിക്കുന്നവർക്കൊക്കെ ബാർ കൊടുക്കുന്ന ഒരവസ്ഥയാണുള്ളത്. മദ്യനിരോധന സമിതിക്കോ കത്തോലിക്ക മെത്രന്മാർക്ക് ആർക്കും അതിലൊരു വിഷമമില്ല. അത് വേറെ കാര്യമാണ്. ഇപ്പൊ ഇത് തീർച്ചയായിട്ടും നടപ്പാക്കുമ്പോൾ നമുക്ക് നേരത്തെ അറിയാം, പലതവണ ഈ കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ചയായിട്ടുള്ളതാണ്. അപ്പൊ കൃത്യമായ പ്രതിഫലം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ഇത് നീണ്ടുപോകുന്നത് എന്നുള്ളതിനും വ്യക്തമാണ്. ഇപ്പൊ അതിനെ സ്പഷ്ടീകരിക്കുന്ന തെളിവാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിനുശേഷം പലവിധ വിദണ്ഡ ന്യായങ്ങളും പറയും. വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിക്കാൻ കണ്ണി പൊടിയുടെ നല്ല പരിപാടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് വളരെ വ്യക്തമാണ്. കൂടിയാലോചന നടത്തിയ ഒരു പക്ഷേ എക്സൈസ് മന്ത്രി ആയിരിക്കില്ല, ടൂറിസം മന്ത്രി ആയിരിക്കാൻ സാധ്യത. കാരണം ടൂറിസ്റ്റുകളുടെ പേരിലാണല്ലോ ഇവിടെ ഈ വക എല്ലാം കൊണ്ടുവരുമ്പോഴും ചെയ്തു. ജർമ്മനിയിൽ നിന്നും നെതർലൻഡ്സിൽ നിന്നും വരുന്ന മദ്യപാനികൾ കേരളത്തിൽ വരുമ്പോ മാസം 1-ാം തീയതി ആയതുകൊണ്ട് മദ്യം കിട്ടുന്നില്ല, അതുകൊണ്ട് അവർ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അല്ല അഡ്വക്കേറ്റ് ജയശങ്കർ, പക്ഷേ നമുക്ക് ആദ്യ UDF സർക്കാരിന്റെ കാലത്ത് ബാർക്കോഴ ആക്ഷേപം ഈ തരത്തിലേക്ക് വളർന്നതിന് കാര്യം
അതിൻ്റെ മെറിറ്റിനപ്പുറത്തേക്ക് അന്നത്തെ മന്ത്രിസഭയിലുണ്ടായിരുന്ന ഭിന്നത, മുന്നണിയിലുണ്ടായ ഭിന്നതയൊക്കെ അതിന് ഘടകമായിരുന്നു. അതുകൊണ്ട് രാഷ്ട്രീയപരമായി ഇത് എത്ര കണ്ട് പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന ചോദ്യത്തിന് ഇപ്പോഴത്തെ പ്രതിപക്ഷമെടുക്കുന്ന നിലപാടും പ്രസക്തമാണ്. ഒപ്പം സർക്കാർ ഇതിനെ എങ്ങനെ നേരിടുന്നു എന്നതും പ്രസക്തമാവില്ലേ? അല്ല, അത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. മാധ്യമങ്ങളുടെ നിലപാട്, പ്രതിപക്ഷത്തിന്റെ നിലപാട്, തീർച്ചയായിട്ടും ഭരണകക്ഷിയിലെ വിവിധ ഘടകകക്ഷികൾ തമ്മിലുള്ള ഈ കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് കേരളത്തില് ഈ പൊതുസമൂഹം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ. ജനങ്ങളിത് കണ്ടുകൊണ്ടിരിക്കല്ലേ. കെ എം മാണിയെ എന്ന് പറഞ്ഞാണ് ഒരു നിയമസഭയ്ക്കകത്ത് ആക്ഷേപിച്ചത്, അവഹേളിച്ചത്. സീസറിന്റെ ഭാര്യ സംശയാതീതയായിരിക്കണം എന്നുള്ള തത്വം ഒരാൾക്ക് മാത്രമല്ല ബാധകമായിട്ടുള്ളത്. മാണിക്ക് ബാധകമാണെങ്കിൽ തുല്യ നിലയിൽ രാജേഷിന്റെ ഭാര്യയ്ക്കും ബാധകമാണ്, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന്റെ ഭാര്യയ്ക്കും ബാധകമാണ്. ഇത് നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ കെ എം മാണിയുടെ രാജിയിലേക്ക് പോലും സാഹചര്യങ്ങൾ എത്തിയത് കോടതിയുടെ വിലയിരുത്തലും പരാമർശവുമാണ്. സമാനമായി ഇതിന്റെ ഒരു നിയമസാധ്യത എത്രമാത്രമാണ്? ഒരുപക്ഷെ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ തന്ത്രത്തിൽ ഈ നിയമ സാധ്യതകൾക്കൊക്കെ എത്ര കണ്ട് പ്രസക്തിയുണ്ട്? താങ്കൾ എങ്ങനെയാണ് അത്തരം സാധ്യതകളെ വിലയിരുത്തുന്നത്? അല്ല, നിയമസാധ്യതകൾ നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത് ശരിയല്ല. കാരണം പല ഘടകങ്ങൾ ഇല്ല, തെളിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. വിജിലൻസ് അന്വേഷണത്തിൽ അന്ന് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ഇതില് ഒരു FIR രജിസ്റ്റർ ചെയ്യും. പോലീസ് അന്വേഷണം നടത്തി. അന്വേഷണത്തിൽ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥർ കുറെ തെളിവുകൾ കണ്ടെത്തുകയൊക്കെ ചെയ്തു. അതിൽ കേരള കോൺഗ്രസ് തമ്മിൽ ഒരു കിടമത്സരം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കി കെ എം മാണിയും മുഖ്യമന്ത്രിയാക്കാൻ നടത്തിയ ഒരു കളിയുടെ തുടർച്ച കൂടിയായിരുന്നു. ഇത്തവണ അതുപോലെ ഉണ്ടായിക്കൊള്ളാൻ നിർബന്ധമില്ല. അതുപോലെ സത്യസന്ധമായിട്ട് അന്വേഷിക്കാൻ പറ്റിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഈ പോലീസ് സേനയിലും ഉണ്ടാവുകയില്ല. ഉണ്ടെങ്കിൽ തന്നെ അയാളെ അന്വേഷണം ഏൽപ്പിക്കുകയില്ല. ആ പേടി ആർക്കും വേണ്ട. മാത്രമല്ല, ഇത് പണം വാങ്ങിയിട്ടുള്ളത് തീർച്ചയായിട്ടും മന്ത്രി ആയിരിക്കില്ല. ഇതിന്റെ പ്രഭവ കേന്ദ്ര ക്ലിഫ് ഹൗസ് ആകാനേ സാധ്യതയുള്ളൂ. കാരണം അവിടുന്ന് മാത്രമേ ഇതുപോലൊരു നയപരമായൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. ആഭ്യന്തര വകുപ്പും അദ്ദേഹം തന്നെയാണ് ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതിൽ കവിഞ്ഞ പ്രതീക്ഷകളൊന്നും ആരും വച്ചു പുലർത്തുന്നതില്ല. അപ്പം പ്രതിപക്ഷം എടുക്കുന്ന നിലപാട് ഇക്കാര്യത്തിൽ നിന്നായി. എന്തായാലും വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഒരു കാര്യം വ്യക്തമാണ്, ഈ വിഷയത്തിൽ ഇപ്പോൾ പന്ത് പ്രതിപക്ഷത്തിൻ്റെ കോർട്ടിലാണ്. പ്രതിപക്ഷം എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രതിപക്ഷം എങ്ങനെയാണ് സർക്കാരിനെതിരായ ഈ വിഷയത്തിൽ രാഷ്ട്രീയ നീക്കം പ്രഖ്യാപിക്കുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇതൊരു ആരോപണത്തിനപ്പുറത്തേക്ക് കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് എത്ര കണ്ട് കഴിയുന്നു എന്നതും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഇതിൻ്റെ നഷ്ടസാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സർക്കാരിൻ്റെ നീക്കമെന്ന് ഉറപ്പാണ്. കാരണം വേഗത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിക്കൽ, നിലപാട് സ്വീകരിക്കൽ, ഇതൊക്കെ അതിൻ്റെ പ്രതിഫലനമാണ്. ബാർക്കോഴ ആരോപണം സംസ്ഥാന രാഷ്ട്രീയത്തിൽ അതങ്ങനെ കത്തുകയാണ്. ഇടവേളയ്ക്ക് ശേഷം